ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഞായറാഴ്ച ഒരു സിനിമയ്ക്ക് പോയ വീഡിയോ ആണ് കേട്ടോ അത്. സിനിമയ്ക്ക് പോയി നമ്മുടെ വാഴ വാഴ മലയാളത്തിൽ, ഇത് തമിഴിൽ വാഴ എന്ന് പറഞ്ഞൊരു സിനിമയാണ് കേട്ടോ. നല്ല പടമായിരുന്നു. അപ്പോൾ ഇത് കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞായറാഴ്ച സിനിമയ്ക്ക് പോയത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല പടം, രണ്ട് ചെറിയ കുട്ടികളുടെ കഥയാണ് കേട്ടോ. നല്ല പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു പാർക്കിലേക്കാണ്. 4 മണി 4:30 ആയിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പം പിന്നെ കുട്ടികൾ പറഞ്ഞു വീട്ടിൽ പോകണ്ടമ്മ, നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, അപ്പം പാർക്കേ കൊണ്ടുപോകാൻ കൂടി വാശി. അപ്പം ശരി, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോയി. അപ്പം അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ദേ രണ്ടാളുടെ സന്തോഷം കണ്ട, പാർക്ക് കണ്ടതിൻ്റെയാണ് കേട്ടോ ദേ കണ്ടാ കാണിക്കുന്നത്. പാർക്ക് കണ്ട സന്തോഷമാണ് കാണിക്കുന്ന ആൾ. അപ്പം നേരെ പോണത് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ടിക്കറ്റ് 10 രൂപയുള്ളൂ നമുക്ക് ഉള്ളിൽ പോകാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സീതയുടെയും രാമൻ്റെയും കഥ പറയുന്ന ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഹനുമാനുണ്ട്. ഹനുമാൻ നെഞ്ച് പിളർന്ന് നിൽക്കണ പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ. അപ്പം നെഞ്ച് പിളർന്ന് നേരെ കാണുന്നത് ഇതാണ്, സീതയുടെയും രാമൻ്റെയും ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോ അല്ല, അതിങ്ങനെ കുത്തിയെടുത്ത ഒരു പണി. അപ്പം ഇത് പാർക്ക് കാണാൻ തന്നെ നല്ലൊരു വ്യത്യാസമുള്ള പാർക്കാണ് കേട്ടോ. നിറയെ ഭൂതങ്ങളും മറ്റേ മുനിയും പിന്നെ ഗരുഡന്, അങ്ങനെ കുറേ സംഭവങ്ങളുള്ള പാർക്കാണ് കേട്ടോ. നമ്മുടെ രാമായണത്തിൻ്റെ കഥ പറയുന്ന പാർക്കാണ്. അപ്പോൾ അവർ സീതയും രാമനും കാട്ടിലുള്ളപ്പോൾ ഓരോ ഭൂതങ്ങളെയൊക്കെ അവർ കാണുന്നതും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരണതൊക്കെ കഥയില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പാർക്കിലും അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറേ ഭൂതങ്ങളാണ്. ഇത് കണ്ട ഒറ്റക്കണ്ണനാണ് ഭൂതം. നല്ല രസമുണ്ടായി കാണാൻ തന്നെ. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും അതിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഇതേ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ ഒഴുകി വന്നു പുറത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഈ കൈയുടെ ഉള്ളിൽ കൂടെ പോയി. ഇനി ഇതവിടെ ഒരു വാതിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നോളൂ. കയ്യിൽ നിന്നൊക്കെ കണ്ട എന്തൊരു വലുതാന്ന്. അപ്പോൾ അതേ വന്നു ആൾ പുറത്തേക്ക്. അപ്പോൾ ഇതേ അടുത്ത ആൾ കയറിയിട്ട് ഒഴുകാനായിട്ട് ഇതേ ആളും ഒഴുകി വന്നു. അപ്പോൾ ആ സ്ലൈഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ഇതേ അടുത്ത ഒരാളുടെ അടുത്ത് മുനിവർ നല്ല ധ്യാനത്തിലാണ്. അപ്പോൾ ആളെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട, കുട്ടികൾ അതിൻ്റെ അടിയിലാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സ്റ്റെപ്പ് കയറി പോകണുണ്ട് ഓരോ മക്കൾ. അപ്പോൾ അത് കയറി കഴിഞ്ഞിട്ട് അവിടെയും ഈ ഒഴുകണം തന്നെയാണ്, സ്ലൈഡിങ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഇതേ രണ്ടാമത്തെ ആൾ അവിടെ എന്തിട്ട് ചെയ്യുന്നുണ്ട്, ഒരു ബെഞ്ച് പോലത്തെ സാധനത്തുമ്പോൾ കിടന്ന് ആടുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ ഫോണും ടി വി മാത്രമായിട്ട് ഒതുങ്ങി കൂടാണ്ട് ഇങ്ങനത്തെ പാർക്കിലേക്കൊക്കെ വന്ന് കുറച്ച് നേരം കളിക്കുന്നതൊക്കെ നല്ലതല്ലേ. അപ്പോൾ കുറച്ച് നേരമെങ്കിലും അവരെ നമുക്ക് ഫോണിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ഇങ്ങനത്തെ കളികളിലൊക്കെ ഏർപ്പെടുത്താം. അപ്പം ഞാനും കൊണ്ടുവന്നത് അതിന് വേണ്ടി തന്നെയായിരുന്നു കേട്ടോ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ വെറുതെ ഫോണും ടി വിയും തന്നെ തന്നെയാണ് ഇത് കാണുന്നത്. അല്ലെങ്കിൽ വല്ലതും വരയ്ക്കും, പഠിക്കും, അതന്നെ, വേറെ ഒന്നുമില്ല ഇവർക്ക് പരിപാടി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ കളിച്ച് കുറച്ച് നേരം ടൈം ഇങ്ങനെ പോവുമല്ലോ. അപ്പോൾ അതേ അവിടെയൊക്കെ കിടന്ന് തൊങ്ങണുണ്ട് അവർ. ഭയങ്കര ഇഷ്ടമായിട്ടാണ് കളിക്കാൻ വന്നത്. അപ്പോൾ എല്ലാത്തേലും ഓടി ചാടി നടക്കണ്ടായി. എന്താ വെച്ചാൽ ഇതിൽ കയറണം, അതിൽ കയറണം, അവിടെ കയറണം, ഇവിടെ കയറണം എന്ന് പറഞ്ഞിട്ട് നടക്കണ്ടായി. അത് കഴിഞ്ഞ് ഇതൊരു ഭൂതം കണ്ട, ഭൂതത്തിനെ കാണുമ്പോൾ എന്നെ പേടിയാവണല്ലേ. എന്തൊരു വലിയ പല്ലതിൻ്റെ. അപ്പം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ പോയി പല്ലൊക്കെ കണ്ടിട്ട് പോന്നു. നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ, നമ്മൾ വലിയവർക്ക് അതല്ല അവിടെ അല്ല, കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കണ്ടിട്ട് പോന്നു. അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ചെറിയ മോൻ ഇവിടെ ഒന്ന് പഠിക്കുന്നുണ്ട്. അവന് സ്പീച്ചിന് ഞങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ സ്കൂൾ തന്നെയാണ് ഇതും, സ്കൂളിൽ തന്നെയാണ് ഈ പാർക്കുള്ളത് കേട്ടോ. രാമകൃഷ്ണ വിദ്യാലയ എന്ന് പറയും, അതിൻ്റെ ഉള്ളിലാണ് ഈ പാർക്കുള്ളത്. നമുക്ക് പാർക്കിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ. അപ്പോൾ അതേ അവർ ഇങ്ങനെ കയറി പോണതും ഒരു ഒഴുകണ സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി പോകണത്, അതിൻ്റെ ഉള്ളിൽ പോയി നമുക്കതൊന്ന് എടുക്കാം കേട്ടോ. അപ്പം കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ തന്നെയാണല്ലോ രസം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തന്നെ എന്താ പറയുക, കൊല്ലത്തിലൊരിക്കലൊക്കെ പുറത്തേക്ക് വരുള്ളൂ. ഞാനങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്നെ ഒന്നും അങ്ങനെ എല്ലാ ആഴ്ചയും ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോവുക, പാർക്കിൽ കൊണ്ടുപോവുക, അങ്ങനത്തെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനമ്മയ്ക്കും. വല്ല കാലത്ത് എങ്ങനെയും വല്ല ഡ്രസ്സ് എടുക്കാനോ വല്ല തുണി എടുക്കാനോ അല്ലെങ്കിൽ വല്ല കല്യാണത്തിനോ അങ്ങനെ മാത്രം പോവുള്ളൂ പുറത്തേക്ക്.
ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ആഴ്ചയിൽ ഞായറാഴ്ച ഒരു സൺഡേ ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോവുക തന്നെ വേണം. പിന്നെ നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ ഇവരെ കൊണ്ടുപോയി നമ്മൾ അങ്ങനെ തീർക്കും അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ കിട്ടാത്തതിൻ്റെയൊക്കെ നമ്മളിപ്പം നമുക്കൊരു സൺഡേ ലീവ് കിട്ടി കഴിഞ്ഞാൽ നമ്മളത് എൻജോയ് ചെയ്യും. നമ്മളത് പുറത്തേക്ക് വന്ന് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് ഒന്ന് കളിക്കാൻ പോവും. അപ്പോൾ ദേ അതിൻ്റെ ഉള്ളിലൊരു മയിൽ കേട്ടോ. മയിൽ ദേ കണ്ട പറന്ന് പോയത്. നല്ല രസമുണ്ടായി, നല്ല പീലിയുള്ള മയിൽ. പക്ഷേ അതിനെ കിട്ടിയില്ല, അപ്പോഴേക്കും അത് പറന്ന് പോയി. ഫോണിൽ വീഡിയോ എടുക്കാൻ കേട്ടോ, അല്ലാണ്ട് പിടിക്കാനല്ല. അത് കഴിഞ്ഞ് ഇത് രണ്ടാളും കളി കഴിഞ്ഞ് വയ്യാണ്ടായിട്ടാണ് കുറേ നേരമായില്ല കളിക്കിന്. ഇത് രണ്ടാളും വന്ന് ക്ഷീണിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ ദേ മതി എന്ന് പറഞ്ഞിട്ട് ഇതേ പോവാണ്. മതിയായി അവർക്ക് കളിച്ച്. അപ്പോൾ അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.